ജർമ്മനിയിലെ ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് 15-ാം നൂറ്റാണ്ടിൽ നടന്നൊരു കഥയാണിത്. ഒരു കുടുംബം, ആ കുടുംബത്തെ 18 കുട്ടികളുണ്ട്. ആ 18 മക്കളെയും ആ അച്ഛൻ വലിയ ഭാരിച്ച ജോലി ചെയ്തുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നതും അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതിലൊരു കുട്ടിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടാവുകയാണ്, പെയിൻറ്റിങ് പഠിക്കണമെന്ന വലിയ ആഗ്രഹം. ആഗ്രഹത്തോടു കൂടി അച്ഛനോട് അവൻ സമ്മതം ചോദിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ കൈമലർത്തുകയല്ലാതെ അവന് സാമ്പത്തികമായ സഹായം ചെയ്യാൻ ആ കുടുംബത്തെ പോറ്റുന്ന വലിയ പ്രാരാബ്ധങ്ങൾക്കിടയിൽ അച്ഛന് സാധിച്ചില്ല. പക്ഷേ അവൻ്റെ തന്നെ സഹോദരൻ ഒരു കാര്യം പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദര, നിൻ്റെ വലിയ ആഗ്രഹത്തോടൊപ്പം നീ പെയിൻറ്റിങ് പഠിക്കണം. നിനക്ക് വേണ്ടി 4 വർഷക്കാലം ഞാൻ അധ്വാനിച്ച് നിനക്ക് പഠിക്കാൻ ആവശ്യമായ പണം നിനക്ക് ഞാൻ നൽകാം എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും ആ നിലക്ക് അഗ്രി ചെയ്തുകൊണ്ട് ഒരു സഹോദരൻ ജോലിക്ക് പോകുന്നു. ഇവിടെ ആഗ്രഹമുള്ള ആ കുട്ടി പെയിൻറ്റിങ് പഠിക്കാൻ പോവുകയാണ്. അവനാവശ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും നേടിയെടുത്തുകൊണ്ട് ഈ കുട്ടിക്ക് പകർന്നു നൽകുകയും അവനങ്ങനെ പഠിച്ച് വലിയൊരു പെയിൻറ്റിങ്ങുകാരനായി 4-5 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള കുടുംബക്കാരൊക്കെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഒരുക്കി ആ ഒരു സഹോദരനെ സ്വീകരിക്കുകയാണ്. ആ സ്വീകരിച്ച കൂട്ടുകാരൻ അവിടെ നിന്ന് വളരെ സന്തുഷ്ടനായി ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്, ഇന്നു മുതൽ എന്നെ സഹായിച്ച ഈ പ്രിയപ്പെട്ട സഹോദരന് പഠിക്കാൻ പോകാവുന്നതാണ്. അവൻ്റെ സാമ്പത്തികമായ എല്ലാവിധ ചെലവുകളും ഞാൻ വഹിക്കും എന്ന് ധൈര്യം പകരുകയാണ്. പക്ഷേ ആ കൂട്ടുകാരൻ, ആ സഹോദരൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ടവനെ, നിനക്ക് പഠിക്കാൻ വേണ്ടി 3-4 വർഷം അധ്വാനിച്ച എൻ്റെ കൈകളിലേക്ക് നീ നോക്കൂ. എൻ്റെ കൈ എല്ലും തോലുമായിരിക്കുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പെയിൻറ്റിങ് ബ്രഷ് പോലും പിടിക്കാൻ പറ്റാത്ത വിധം എൻ്റെ ശരീരമാസകലം ക്ഷീണത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ ഡ്യൂറർ എന്ന് പറയുന്ന ഈ പഠിക്കാൻ പോയ പെയിൻറ്റിങ്ങുകാരൻ ആ പ്രിയപ്പെട്ട തൻ്റെ സഹോദരൻ്റെ കൈ കണ്ട് വല്ലാതെ വേദനിക്കുകയാണ്. ആ നിലക്ക് എല്ലും തോലുമായി നിൽക്കുന്ന ആ കൈകൾ വെച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരു പെയിൻറ്റിങ് രൂപപ്പെടുത്തുകയാണ്. കരങ്ങൾ എന്നാണ് അദ്ദേഹം അതിന് പേര് വെച്ചത്. പക്ഷേ അത് പിന്നീട് ലോക ചരിത്രത്തിൽ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന രൂപത്തിൽ, പ്രേയിങ് ഹാൻഡ്സ് എന്ന രൂപത്തിൽ ലോകത്തറിയപ്പെട്ട വലിയൊരു ചിത്രമായി മാറുകയാണ്. തൻ്റെ കൂട്ടുകാരന്, തൻ്റെ സഹോദരന് പഠിക്കാൻ വേണ്ടി എല്ലാം സമർപ്പിച്ച് തൻ്റെ ശരീരത്തിന് പോലും ബുദ്ധിമുട്ടറിയാതെ ആ നിലക്ക് സഹകരിച്ച ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ചിത്രം ഇപ്പോഴും നമുക്ക് ചരിത്രത്തിൽ ഒരു ഓർമ്മയായി നിലനിൽക്കുകയാണ്.